ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ വചനം ആത്മാവായി, ജീവനായി, അഭിഷേകമായി, ശക്തിയായി, വെളിപ്പാടായി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വചനം കടന്നു വരുവാൻ ദൈവം ഇടയാക്കും. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 55-ാം അധ്യായം 11-ാമത്തെ വചനഭാഗത്തിൽ ഇങ്ങനെ തിരുവെഴുത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനമാണ്. ദൈവവചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വചനം പുറപ്പെടുന്നതാണ്. വചനം പുറപ്പെട്ടിട്ടോ എന്റെ വചനം പ്രവർത്തിക്കും. പുറപ്പെടുന്ന വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ദൈവവചനത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് വായിൽ നിന്ന് പുറപ്പെടുന്നു. ആ എന്റെ വചനം അത് പ്രവർത്തിക്കുന്ന വചനമാണ്. വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ദൈവവചനം പ്രവർത്തിക്കുന്ന വചനമാണെന്ന് നമ്മളോട് പറയുകയാണ്. അത്ഭുതം നടത്തുന്ന വചനമാണ്. ക്യാൻസർ രോഗിയുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെന്നാൽ ആ വചനം അവിടെ ക്രിയ ചെയ്യും. ട്യൂമർ രോഗിയുടെ അടുക്കലേക്ക് ഈ വചനം കടന്നു ചെന്നാൽ അവന്റെ ട്യൂമർ അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറും. തളർവാദ രോഗിയുടെ അടുക്കലേക്ക് ഈ വചനം കടന്നു ചെന്നാൽ ആ തളർവാദ ബന്ധനങ്ങളെ അവന്റെ ജീവിതത്തിൽ നിന്ന് വിടുവിച്ചു കളയും. കാരണം ദൈവം ആത്മാവായി വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വചനം കൂടെ നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിൽ ആനന്ദവുമായിരിക്കും. കാരണം നമ്മളോട് പറയുന്ന വചനം അത് തിരുവെഴുത്ത് പ്രകാരം നമുക്ക് വേണ്ടതെല്ലാം നമുക്കത് പറഞ്ഞു തന്ന് അത് നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ തരുന്നത്. ഈ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ അകത്ത് ജീവൻ കടന്നു വരും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ വചനം ഭക്ഷിച്ചപ്പോൾ എസെക്കിയേൽ അത് തേൻകട്ടയേക്കാൾ മാധുര്യം അനുഭവിച്ചെങ്കിൽ ഈ വചനം ആര് ഭക്ഷിച്ചോ അവന്റെ ജീവിതം മാറും, അവന്റെ അവസ്ഥ മാറും, അവന്റെ പ്രവർത്തനം മാറും, അവന്റെ ജീവിതശൈലി മാറും, അവന്റെ ജീവിത പ്രവർത്തനങ്ങൾ മാറും. പഴയ മനുഷ്യൻ അവന്റെ അകത്തു നിന്ന് ഉരിഞ്ഞു മാറിപ്പോകുന്നത് കാണാൻ കഴിയും. പഴയ ചിന്താഗതികളിൽ നിന്ന് അവൻ മാറിപ്പോകും. തുളസി ലേഖനത്തിൽ, തുളസി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം പറയാം, നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. പഴയ മനുഷ്യൻ മാറിയാലോ പുതിയ മനുഷ്യൻ കടന്നു വരികയുള്ളൂ. പഴയ മനുഷ്യന്റെ പ്രവൃത്തി പാപം നിറഞ്ഞതും ലോകം നിറഞ്ഞതുമായ അവസ്ഥകളാണ്. പഴയ മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉരിഞ്ഞു കളയുന്നതല്ല. നമുക്ക് ഉദാഹരണമായി പാമ്പിനെ നോക്കിയാൽ പാമ്പിന്റെ പുറന്തോട് ഉരിഞ്ഞു കളഞ്ഞെങ്കിലും അതിന്റെ സർപ്പവിഷം അതിൽ തന്നെയുണ്ട്. വിഷത്തിന് മാറ്റം വരുന്നില്ല, പുറന്തോട് മാറുന്നുള്ളൂ. എന്നാൽ അതുപോലെ കഴുകനെ നമുക്ക് നോക്കിയാൽ കഴുകന്റെ ചിറക്, അതിന്റെ നഖവും അതെല്ലാം മാറ്റി യുവ കഴുകനെ പോലെ ചിറകടിച്ചുയർന്നെങ്കിലും കഴുകന്റെ സ്വഭാവം മാറുന്നില്ല. എന്നാൽ പുഴുവായിരിക്കുന്ന അത് പുഴുപ്പായി ചിത്രശലമായുമ്പോൾ അത് ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത് കാണാൻ കഴിയും. ജീവിതം മാറുന്നു. ജീവിതത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് കൊരിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കാരണം കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കാരണം നമ്മൾ അറിയണം, നമ്മളിലാണ് നമ്മുടെ കർത്താവ് വസിക്കുന്നത്, വേറെ എവിടെയുമല്ല.
മനുഷ്യർ തന്റെ കരങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ആലയത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം തന്റെ കരത്താൽ അവിടുന്ന് മെനഞ്ഞെടുത്ത ആലയമായിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. കാരണം ഇത് വിശുദ്ധമായി സൂക്ഷിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരാണ്? നിങ്ങളിൽ ആര് വസിക്കുന്നു? നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളിൽ ആര് വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നത്. 1 കൊരിന്ത്യരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ പറയാ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം? ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീര അവയവങ്ങളിൽ പാപത്തിൻ്റെതായ ഒരു ബന്ധനം പോലും കടന്നു വരാൻ ഇടവരരുത്. പാപത്തിന്റെ മാലിന്യെല്ലാം അഴിഞ്ഞു മാറണം. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു. യേശു പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറും. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അകം കള്ളന്മാർക്ക് വേണ്ടിയുള്ള ഒരു അവസ്ഥ കൊടുക്കരുത്. ഇവിടെ നമുക്ക് 2 വിധത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം. ദൈവം വസിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടത്തെയാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലാണെന്ന് കർത്താവ് പറയുന്നു. അത് കള്ളന്മാരുടെ ഗുഹയാക്കരുതെന്ന് പറഞ്ഞാൽ, കള്ളൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അത് പിശാചിന്റെ ബന്ധനത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ തരുവാനും കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും നശിപ്പിക്കുവാനുമാണ് എന്ന് യേശു പറഞ്ഞെങ്കിൽ, ഇവിടെ കള്ളന്മാർക്ക് വസിക്കുന്ന ഗുഹയാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റരുത്. നിങ്ങളുടെ പ്രവൃത്തികളെ മാറ്റരുത്. പിശാചിന് ഒരു കാരണവശാലും ജീവിതത്തിൽ ഇടം കൊടുക്കരുത് എന്ന യേശു ആഗ്രഹിക്കുന്നത്. യേശു പറയാണ്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അവൻ അകത്ത് കയറും. അവൻ അകത്ത് കയറിയാൽ അവന്റെ പ്രവൃത്തി നടത്തും. അവന്റെ പ്രവൃത്തി നടത്തിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അവന്റെ പ്രവൃത്തി നടത്തുവാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ആരാധന സ്വർഗം മഹത്വമെടുക്കണം. ഒറ്റ വാക്കാൽ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാര് ദൈവത്തെ പാടി 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 ആരാധിച്ചതുപോലെ ദൈവമക്കൾ ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിന്റെ മനസ്സും ബുദ്ധിയും ഓർമ്മയും ചിന്തയും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് കടന്നു വരും. അവൻ അത്ഭുതം ചെയ്യും. അവൻ നമ്മുടെ ഭവനത്തിൽ സമാധാനം തരും. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റും. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അത്ഭുതം ചെയ്യുന്ന അത്ഭുത മന്ത്രിയ, വീരനം ദൈവമാ, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അവന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ശബ്ദം അനേക ഹൃദയങ്ങൾക്ക് വിടുതലായിരിക്കും. അനേകം ജീവിതങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. യെരമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ, എന്റെ നാമം വിളിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളിപ്പാട്. ദൈവത്തിന്റെ അരുളിപ്പാട് കേൾക്കുന്നു എങ്കിൽ എന്റെ നാമം വിളിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കരുത്. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആരാധന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം നന്ദി ദൈവമേ എന്ന് പറഞ്ഞ്
ഭയങ്കര ആരാധന ആരാധിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് വരുമ്പോൾ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ലാത്ത വണ്ണമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു, ഇവൻ അധരം കൊണ്ട് എന്നെ പ്രാർത്ഥിക്കുന്നു, ഇവന്റെ ഹൃദയം എങ്ങോ അകന്നു പോകുന്നു. കർത്താവ് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. നിന്റെ ജീവിതം എനിക്ക് വേണം, നിന്റെ ജീവിതം എന്റെ കൂടെ ആയിരിക്കണം, എന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിളി. അതാണ് ദൈവം നമ്മളെ വിളിച്ചത്. അനേകർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നത്. അനേകർ കേൾക്കാത്തത് നമ്മുടെ കാതുകൾ കേൾക്കുന്നു. അനേകർ അറിയാത്തത് നമ്മൾ അറിയുവാൻ ദൈവം ഇടയാക്കുന്നു. അനേകർ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്. കാരണം അവന്റെ ശബ്ദം കേൾക്കുന്നത്. കാരണം പത്രോസ് അവന്റെ ശബ്ദം കേട്ടവനാണ്, പൗലോസ് അവന്റെ ശബ്ദം കേട്ടതാണ്. കാരണം പൗലോസ് അവന്റെ ശബ്ദം കേൾക്കുവാൻ ഇടവന്നത് ദൈവസഭയെ പീഡിപ്പിച്ച് ദൈവമക്കളെ കൊന്ന് ദൈവമക്കൾക്ക് ഉപദ്രവമായി കടന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു. കാരണം ഈ ലോക പാപബന്ധനത്തിൽ കഴിയുന്ന പൗലോസിനെ ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് തന്ന ആരോഗ്യം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് തന്ന ജീവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ പൗലോസ് തന്റെ ജീവിതം ക്രിസ്തുവിനായി ഇറക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലകളിൽ എങ്ങനെ ജീവിച്ചു എന്നല്ല, ഇന്നലകളിൽ എങ്ങനെ പോയി എന്നല്ല, ഇന്നലകളിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നല്ല, ഇന്ന് ഈ നിമിഷം ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ എങ്ങനെ ആയിരിക്കുന്നു എന്നതിലേക്ക് ദൈവം നമ്മളെ നോക്കുന്നു. നമ്മൾ ചെറുതാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലെ പാപത്തില് ബന്ധനത്തിലേക്ക് കടന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ എന്നെ പോലെ എന്റെ സ്വരം കേട്ട് എന്റെ കൂടെ കടന്നു വന്ന് എന്റെ മഹത്വത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ആ കർത്താവിന്റെ മഹത്വമാണ് നമ്മുടെ മേൽ കടന്നു വരേണ്ടത്. ഈ ശക്തിക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയും പ്രസാദമുള്ള ഒരു യാഗമായി തന്നെ അവിടെ ഏൽപ്പിക്കണം. കാരണം റോമാലേഖനം 12-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനഭാഗം പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധിയുള്ള, ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിധത്തിലേക്ക് നിങ്ങളുടെ ശരീരങ്ങളെ മാറ്റണം. നമ്മുടെ ശരീരം ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളതാണ്. നിന്റെ കണ്ണ് പാപകേതുവാകുന്നെങ്കിൽ അത് ചൂണ്ടെടുത്ത് കളയാൻ പറഞ്ഞു. നിന്റെ കൈ പാപകേതുവാകുന്നെങ്കിൽ അത് മുറിച്ചു കളയാൻ പറഞ്ഞു. ഇരു കരങ്ങളും ഇരു കണ്ണുകളുമായി നരകത്തിലേക്ക് പോകുന്നേക്കാൾ നല്ലത് ഒരു കണ്ണും ഒരു കൈയുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതാണ് കർത്താവിന് ഇഷ്ടം. നമ്മുടെ ശരീരത്തിൽ പാപത്തിന് കാരണമായിരിക്കുന്ന ഏത് അവയവമുണ്ടോ അത് മുറിച്ചു മാറ്റിക്കളയുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്? പാപം നിറഞ്ഞ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്നതുകൊണ്ടാ. പാപത്തിന്റെ അന്തരീക്ഷം വിട്ടുകൊണ്ട് കൃപയിലേക്ക് വളരണം, ആത്മാവിലേക്ക് വളരണം, ദൈവശക്തിയിലേക്ക് വളരണം, ദൈവസ്വരം കേൾക്കണം. യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന് ഉണ്ടും ഉറങ്ങി സ്നേഹം അറിഞ്ഞും അനുഭവിച്ചും കടന്നുപോയ ശിഷ്യഗണങ്ങളുടെ കൂടെ യേശു നടന്നിട്ടും പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം അവർക്ക് കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ബലം പ്രാപിക്കും, നിങ്ങൾ അഭിഷേകം പ്രാപിക്കും. അവർക്ക് ആദ്യം അറിയില്ലായിരുന്നു ഈ ശക്തി എന്താണ്, ഈ ബലം എന്താണ്, ഈ അഭിഷേകം എന്താണ്. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇന്ന് വരെയും അനുഭവിക്കാത്ത, ഇന്ന് വരെയും കാണാത്ത, ഇന്ന് വരെയും കേൾക്കാത്ത, ഇന്ന് വരെയും മനസ്സിലാക്കാത്ത വിധത്തിലുള്ള ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കാരണം അഗ്നിശലാഖകൾ പോലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ വ്യക്തിപരമായി അവർ ഓരോരുത്തരുടെയും ഇറങ്ങി വന്നു. അവർ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി, ദർശനങ്ങൾ കാണാൻ തുടങ്ങി, ദൈവസ്വരം കേൾക്കാൻ തുടങ്ങി,
ദൈവത്തിന്റെ അഭിഷേകത്തിലേക്ക് അവർ ഇറങ്ങി വന്നു. പത്രോസ് ഇതുവരെയും പ്രസംഗിക്കുന്നത് പോലെയല്ല. പത്രോസിന്റെ ഉള്ളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി കടന്നു വന്നപ്പോൾ പത്രോസിന്റെ അകത്ത് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. പത്രോസ് എഴുന്നേറ്റ് നിന്നു. 10-18 ഭാഷക്കാർ ഇരിക്കുന്നതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ്, ഗലീലക്കാരനായിരിക്കുന്ന പത്രോസ് പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കാൻ ഇടവന്നു. ഇവർ വിദ്യാഹീനരായ മനുഷ്യരല്ലേ? ഈ പത്രോസ് പറയുന്നത് കണ്ടാനുള്ള ഭാഷയിൽ എങ്ങനെ കേൾക്കാൻ കഴിയുന്നു? ഭാഷകളെ വരെയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലേക്കുള്ള വലിയ ദൈവത്തിന്റെ അഭിഷേകം അവരിൽ ഇറങ്ങി വരുന്നത് കാണാൻ ഇടവന്നു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റാത്ത ഭാഷകളെ വരെയും പഠിപ്പിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അനുഭവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നേ. കാരണം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഈ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ജീവിതത്തെ മാറ്റാൻ കഴിയുന്നു. അവന്റെ ബന്ധനങ്ങളെ അടിക്കുന്നത് കാണാൻ കഴിയുന്നു. കെട്ടുകളെ പൊട്ടി മാറുന്നത് കാണാൻ കഴിയുന്നു. പാപത്തിന്റെയും ലോകത്തിന്റെയും അന്ധകാരത്തിന്റെയും ഈ ലോകമോഹങ്ങളുടെയും വലയത്തിൽ കടന്ന മനുഷ്യന്റെ നേരെ നോക്കി പത്രോസ് പറയാണ്, ഇനി നീ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ നീ മരിക്കും. മരിച്ചാൽ നിത്യനാശത്തിലേക്ക് പോകും. നാശത്തിലേക്ക് പോയാൽ ഈ ലോകത്തിൽ പിശാചിന്റെ വലയത്തിലേക്ക് നീ പോകാൻ ഇടവരും. യേശുവിന്റെ വചനം പറഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി. അവർ ചോദിക്കുക, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തു ചെയ്യണമെന്നല്ല യേശു പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കാരണം നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. യേശു അത്ഭുതം ചെയ്യുന്നുണ്ട്. അവന്റെ ശക്തി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് കടന്നു വരും. ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യും. ഇരുതല വാളുപോലെ മൂർച്ചയേറിയ ദൈവവചനം നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ എല്ലാ ഹൃദയഭാവങ്ങളും മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില പാപങ്ങളില്ലേ, ഈ വചനം നിങ്ങളുടെ അകത്ത് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ആരോടും പറയാൻ പറ്റാത്ത ചില പാപബന്ധനങ്ങൾ ഇന്ന് എന്റെ ഉള്ളിൽ നിന്ന് അത് പൊട്ടിച്ചു മാറ്റിത്തരണം. ഞാൻ ആരെയും മറച്ചു വെക്കുന്നു എങ്കിൽ നിന്നെ മാത്രം മറച്ചു വെക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നീ ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നു. കർത്താവേ, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, ഞാനൊരു ശുശ്രൂഷക്കാരനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിലെ പാപം കളയാതെയുള്ള ജീവിത സാഹചര്യങ്ങളെ വിട്ട് പാപത്തിന് ഒരിക്കലും ഇടം കൊടുക്കാതെ അവനെ എന്നേക്കുമായി അകറ്റിക്കളയുന്ന ഒരു ജീവിതം വെളിപ്പെടണം. പ്രിയമുള്ളവർ, ഇനി പാപത്തിന് അവസരം കൊടുക്കരുത്. പാപത്തിൻ്റെതായ എല്ലാ ബന്ധനങ്ങളെയും കളയണം. ഇനി നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് ഒരു ക്രിസ്ത്യൻ ജീവിതം വെളിപ്പെടണമെന്ന്, ക്രിസ്തുവിലുള്ള ഒരു കൂട്ടായ്മത്വം വെളിപ്പെടണമെന്ന്, അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയണമെന്ന്, ആത്മാവിന്റെ വലിയ മാധുര്യം നമ്മൾ അനുഭവിക്കണം. യേശുവിന്റെ കൂടെയുള്ള ഒരു ജീവിതം സന്തോഷകരമായി മാറട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമം എപ്പോഴും മഹത്വമുണ്ടാകട്ടെ.